അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒരു അത്ഭുതകരമായൊരു സൂറത്തിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തുന്നത് അത്ഭുതത്തോടു കൂടിയാണ്. ഈ സൂറത്തിൽ പറയുന്ന ഇത് ചെറിയൊരു സൂറത്താണ്. നമുക്ക് പാരായണം ചെയ്യാൻ പലർക്കും ഇത് മനഃപ്പാഠം അറിയുന്ന സൂറത്തും കൂടിയാണ്. എൻ്റെ സാമ്പത്തിക എല്ലാ പ്രതിസന്ധിക്ക് ഈ ഒരു സൂറത്ത് മതി. ഈ സൂറത്ത് ഏതാണ് എന്ന് അറിയുന്നതിന് മുമ്പ് പ്രിയമുള്ളവർ, ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു 8 ഗുണങ്ങൾ അത് നാം അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഈ ഗുണങ്ങളെന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പഠിപ്പിച്ച മുത്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഗുണങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഇതിനോട് ഒരു ഓതാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകും. അത്രയും അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എല്ലാ സാമ്പത്തികമായ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിൻ്റെ പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ തന്നെ അത്ഭുതമാണ്. ഇതുകൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇത് ഒരു തവണ പാരായണം ചെയ്താൽ, ഒരാളിത് ഒരു തവണ പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആൻ്റെ 4ൽ 1 പാരായണം ചെയ്ത് കൂലി കിട്ടും. അപ്പോൾ 4 തവണ പാരായണം ചെയ്താലോ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയ കൂലി കിട്ടും. സൂറത്താണെങ്കിലോ ചെറിയൊരു സൂറത്തും കൂടിയാണ്. രണ്ടാമത്തൊരിതിൻ്റെ നേട്ടമെന്ന് പറയുന്നത്, ഇത് ഓതുന്നവന് വലിയ ബർക്കത്തുണ്ടാകും, വലിയ പുരോഗതി. ഒരു കച്ചവടം ചെയ്യുന്നവനാണ് ഇത് ഓതുന്നത്, എന്നാൽ ആ കച്ചവടത്തിൽ വലിയ ബർക്കത്ത്. ഈ സൂറത്ത് ഓതി വെള്ളത്തിൽ ഓതി ആ വെള്ളം അവൻ്റെ കച്ചവടത്തിൻ്റെ വസ്തുക്കളിങ്ങനെ ഒന്ന് കുടഞ്ഞാൽ അതെല്ലാം വലിയ ബർക്കത്തിലാക്കും. നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീങ്ങി നാം തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സൂറത്ത് ഓതിയ പലരും പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരു ഗ്രോത്ത് ഈ സൂറത്ത് ഓതിയതിൻ്റെ ശേഷം കച്ചവടത്തിലുണ്ട്, നല്ല ഒരു പുരോഗതിയുണ്ട്. അങ്ങനെ നിത്യമാക്കുന്നവരൊക്കെയുണ്ട്. പല കച്ചവടക്കാരും ഈ സൂറത്ത് നിത്യമാക്കുന്നുണ്ട്. അങ്ങനെ ഓതാത്തവരൊക്കെ ഓതുക. പ്രതിഫലം കിട്ടലോടുകൂടി നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയും അള്ളാഹു നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ എല്ലാ ഹറക്കാത്ത് സക്കനാത്ത് ഫാലുകളിൽ അള്ളാഹു വലിയ ബർക്കത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് ദുനിയാവും ആഖിറവും. കാരണം നാം ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. എല്ലാ ഇമാമിങ്ങളും ദുആ ചെയ്യുന്ന, പള്ളി ഖുതുബകൾക്ക് ശേഷം ദുആ ചെയ്യുന്ന, ആരും മറക്കാതെ വളരെ പ്രാധാന്യത്തോട് ഗൗരവത്തോട് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹു ദുനിയാവിലും ഹസനത്ത് നൽകണേ അല്ലാ, ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാ. ഈ പ്രാർത്ഥന, കാരണം ഈ സൂറത്ത് കൊണ്ട് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും, രണ്ടും കിട്ടുന്ന സൂറത്താണ്. നാളെ പരലോകത്ത് ഒരുപാട് രക്ഷകൾ കിട്ടുമെന്ന് ഈ സൂറത്തിനെ പഠിപ്പിച്ച മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നേട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കിയതുപോലെ 4ൽ 1 ഖുർആൻ്റെ ഒരു ഭാഗം ഓതിയ കൂലിയും. രണ്ടാമത് നമ്മുടെ എല്ലാത്തിനും വലിയ ബർക്കത്ത്. നമ്മുടെ കച്ചവടം, സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നാമുമായി ബന്ധപ്പെട്ട ഏത് കാര്യം തൊട്ടാൽ പൊന്നാകുമെന്ന് പറയുന്നത് പോലെ ഈ സൂറത്ത് ഓതുന്നവന് അത്രയും വലിയ മഹത്വമുണ്ട് എന്നാണ്. മൂന്നാമത്തൊരു കാര്യം, ഈ സൂറത്ത് സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ 7 തവണ ഓതിയാൽ അന്ന് അവനിക്ക് എന്തെങ്കിലും ഷർറ് അല്ലാഹു വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവനിക്ക് ഇന്ന് ഷർറ് ഇന്ന് അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. പക്ഷെ അവൻ ആ സൂറത്ത് ആ ദിവസം 7 തവണ ഓതിയിട്ടാണ് കാര്യങ്ങൾ ഇറങ്ങിയതെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൂറത്തിന് അവൻ്റെ ആ ഷർറിന് അല്ലാഹു കാവലാക്കും. ചില അത്ഭുതങ്ങൾ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാകാം. അത്ഭുതകരമായ ചില അപകടങ്ങൾ നോക്കി ഓരോരുത്തർ രക്ഷപ്പെടുന്നത്. കാരണം പരിപൂർണമായ അപകടത്തിൽ പെട്ടിട്ട് പോലും ഒരു കൂസലുമില്ല അതിങ്ങനെ എഴുന്നേറ്റ് വരുന്ന രംഗങ്ങളൊക്കെ നാം പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം. അവർക്കൊക്കെ വലിയ കാവലാണ് ഈ സൂറത്ത്. യാത്ര പോകുമ്പോഴൊക്കെ ഇത് ഓതണം. യാത്ര പോകുമ്പോഴൊക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട്, നിങ്ങൾ ഓതുന്ന ഏത് സ്ഥലമാണോ
ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നത് വരെ ഈ സൂറത്ത് നമുക്ക് കാവലായിരിക്കും. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിൻ്റെ എണ്ണം തെറ്റരുത്. 7 തവണ ഓതിയാൽ വലിയ അവനിക്ക് അള്ളാഹു ഏത് ബുദ്ധിമുട്ടാണോ അവനിക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് ആ ബുദ്ധിമുട്ടുകളെ അള്ളാഹു നീക്കം ചെയ്യുമെന്നുള്ളതാണ്. നാലാമത്തൊരു മഹത്വം എന്ന് പറയുന്നത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഒരു 3 തവണ വീട്ടിലോതാം. അങ്ങനെ ഓതുന്നവർക്ക് എല്ലാ പൈശാചികമായ ഷർറിനെ തൊട്ട് കാവലുണ്ടാകും. സിഹ്ർ, കണ്ണേറ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബങ്ങൾക്കുള്ള എല്ലാ മാനസിക പ്രയാസങ്ങൾക്ക് ഈ സൂറത്ത് കാവലായിരിക്കും. ഒരു 3 തവണ ഓതണമെങ്കിൽ ചെറിയ നിമിഷങ്ങൾ മതി. അത്രയേ ഉള്ളൂ. ചെറിയ സൂറത്താണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് ഓതി തീർക്കാനും പറ്റും. അതേ സമയത്ത് ഒരാൾ ഈ സൂറത്ത് ഒരു വുളു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ ഓതിയാണ്, മുത്തായ റസൂൽ പറയുന്നു, അംബിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സിദ്ദീഖീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക്. ഇതിനേക്കാൾ വലിയ തൗഫീക്ക് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ. അതും അംബിയാക്കളെ കൂടെ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ അത് ഉന്നതമായ സ്വർഗമാണ്. അവിടേക്ക് കിട്ടണമെങ്കിൽ വലിയൊരു ഭാഗ്യം വേണം. പക്ഷേ ഓതുവിൻ്റെ ശേഷം ഓതിയ ആൾക്ക്, ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് ആ ഭാഗ്യവും ലഭിക്കുമെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓതുവിലേക്ക് തീർച്ചയായും ഈ സൂറത്ത് പതിവായി നാം കൊണ്ടുവരണം. ഓതുവിൻ്റെ ശേഷം ഒരു 3 തവണയ്ക്ക് ഓതാൻ ചെറിയ നിമിഷങ്ങളെ കൊണ്ട് നമുക്കിത് ഓതി തീർക്കാൻ പറ്റും. ഓതുവിൻ്റെ ശേഷം ഈ സൂറത്ത് നാം പതിവാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വലിയ ഭാഗ്യമാണ്. അതേസമയത്ത് ഈ സൂറത്ത് ഓതുന്നവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു നൽകും. പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആശുപത്രിയിലായി അവസാനം അങ്ങ് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. മരണം വരെ ഒരു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്, അതാണ് നമുക്ക് വേണ്ടത്. ആഫിയത്തില്ലാത്ത ദീർഘായുസിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്ന് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹറം, ഹറമിനെ തൊട്ട് കാവൽ ചോദിക്കാൻ മുത്തായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പടുവാർദ്ധക്യമാണ്. ഈ വാർദ്ധക്യത്തിൽ എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ നാം ഇങ്ങനെ ജീവിച്ച് മരണവുമില്ല, ഒരു ജീവിതവുമില്ല, ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ പടുവാർദ്ധക്യം എത്തുമ്പോൾ. ആ സമയത്ത് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പ്രായത്തിലുള്ള പലരും ആരോഗ്യത്തിലിരിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള ചിലർ വല്ലാത്ത രോഗത്തിനും ജീവിക്കാനും പറ്റാത്ത, കുടുംബത്തിനും മക്കൾക്കൊക്കെ വല്ലാത്ത വെറുപ്പായി, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലോ എത്ര നന്നായിരുന്നു, മക്കൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു കത്തരക്ഷിക്കട്ടെ. അങ്ങനൊരവസ്ഥയിലേക്ക് എത്താതെ മരണം വരെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും മരണം വരെ ആഫിയത്തും അള്ളാഹു നൽകുമെന്നുള്ളതാണ്. ഏഴാമത്തൊരു മഹത്വം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ധാരാളമാണ്. ഇത് ഓതി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും. നാം എന്ത് ചോദിക്കുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്തതിൻ്റെ ശേഷമാണ് നാം ചോദിക്കുകയാണെങ്കിൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം 8ാമത്തെ പ്രതിഫലം ഏറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് അറിയില്ല. പെട്ടെന്നാണ് നമ്മുടെ ജീവിതം തീർന്നു പോകും. ഇതിപ്പോൾ ഇന്ന് രാത്രി നാം വീട്ടിലായിരിക്കോ അല്ല പള്ളിക്കാട്ടിലായിരിക്കോ ഉറങ്ങുക എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരാൾക്കും ഞാൻ ഉറപ്പായി എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്ര ആരോഗ്യത്തോട് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഉമ്മാക്ക് ഉമ്മം നൽകി കൊണ്ടുപോയ പൊന്നുമക്കൾ, 9ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ 4ാം ക്ലാസ് 3ാം ക്ലാസ് ആരോഗ്യത്തോടു കൂടിയ പൊന്നുമക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ചെറുപ്പക്കാർ അല്ലെ, ആരോഗ്യത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തു പോയ ചെറുപ്പക്കാർ, ജോലിക്ക് പോയ ചെറുപ്പക്കാർ തിരിച്ചു വരുന്നത് കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കണം. കാരണം പെട്ടെന്നാണ് ഖബറിലേക്ക് എത്തുക. അങ്ങനെ ഒരു പക്ഷേ ഖബറിലെത്തിയാൽ ഈ സൂറത്ത് ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷയാകും. ഈ സൂറത്ത് ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് നമുക്ക് കാവൽ നിൽക്കുമെന്നുള്ളതാണ്. അതുപോലെ സിഹർ, സാമ്പത്തിക പ്രയാസങ്ങൾക്കെല്ലാം ഒരുപാട് ശ്രേഷ്ഠത ഉള്ള സൂറത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നമുക്കൊക്കെ മനഃപ്പാഠമുള്ള, ഈ സൂറത്തിൽ പരിശുദ്ധ റമദാൻ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലൈലത്തുൽ ഖദറിനെ വിശദീകരിച്ച സൂറത്ത് എന്തുകൊണ്ട് മഹത്വമുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓതാൻ തൗഫീക്ക് നൽകട്ടെ. വലിയ ഒരു ബർക്കത്താണ് നമ്മുടെ വീട്, കുടുംബത്തിന്, മക്കൾക്ക്, നമ്മുടെ വാഹനത്തിന്,
നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കച്ചവടത്തിന്, എല്ലാത്തിനും, നമ്മുടെ നാളെ പരലോകരക്ഷ സ്വർഗത്തിൽ വരെ അമ്പിയാക്കൾ സുഹദാക്കളെ കൂടെ എത്താനും അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.